ശ്രീ പദ്ധതിയിൽ ലീഗ് നിലപാട് തള്ളി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പദ്ധതിയിൽ നിന്നും സംസ്ഥാനത്തിന് പിന്മാറാനാകില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ പക്ഷം. പിന്മാറാൻ പറ്റുമായിരുന്നുവെങ്കിൽ പിണറായി സർക്കാർ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നും വി.ഡി. സതീശൻ ചോദിച്ചു. ആദ്യം ആ നിർണായക പ്രതികരണത്തിലേക്ക്. പിന്മാറാൻ പറ്റില്ല, MOU ആണ്. അത് ആ തെറ്റായി വ്യാഖ്യാനിച്ചതാണ് ആ വാർത്ത അവിടെ കൊടുത്തത്. പിന്മാറാൻ പറ്റില്ല എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ MOUയിലെ പ്രൊവിഷൻ വായിച്ചതല്ലേ. പിന്മാറാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതാണ് ആക്ഷേപം അല്ലേ CPMൻ്റെ. ഇവർക്കങ്ങ് പിന്മാറിയാൽ പോരായിരുന്നു. പിന്മാറാൻ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ പിണറായി സർക്കാരിന് പിന്മാറായിരുന്നല്ലോ. നിങ്ങൾ ആ ചോദ്യം അവരോട് ചോദിച്ചില്ല. പിണറായി വിജയൻ വന്ന് ഇവിടെ PM ശ്രീ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പിന്മാറാൻ അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് പിണറായി സർക്കാർ പിന്മാറിയില്ല എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് ഉത്തരം പറയട്ടെ. തലസ്ഥാനത്ത് നിന്നും ശാലിനി ചേരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ശാലിനി, PM ശ്രീ പദ്ധതിയിൽ രണ്ട് പക്ഷം കോൺഗ്രസിനുള്ളിലുണ്ടെന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ലീഗിന്റെ നിലപാട് പരസ്യമായി തള്ളുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അപ്പോൾ വരും ദിവസങ്ങളിൽ ലീഗ് വേഴ്സസ് വി.ഡി. സതീശൻ എന്ന രീതിയിലേക്ക് ഈ പോര് കണക്കുമോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്? അശ്വതി, പ്രതികരണത്തിൽ നമ്മൾ കേട്ടതുപോലെയാണ് ഈ മുഖ്യമന്ത്രി അല്പസമയം മുമ്പാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പറഞ്ഞത്. അതായത് ലീഗ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് PM ശ്രീ മുന്നോട്ട് കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വേണ്ട അഭിപ്രായമില്ല എന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോൾ ലീഗിൻ്റെ പ്രതിനിധികളുടെ പ്രതികരണങ്ങൾ, കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം അടക്കമുള്ളത് തള്ളുന്നൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു പദ്ധതിയിൽ നിന്ന്, MOUയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് പിന്നോട്ട് പോകാനാകില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നിലപാട് ആവർത്തിക്കുന്നത്. ആ MOU താൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ വായിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ പദ്ധതി ഒപ്പിട്ടത് ഇടത് സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഈ CPM പല ഘട്ടങ്ങളിലും സ്വീകരിക്കുന്ന നിലപാട് പിന്നോട്ട് പോകാൻ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ വിമുഖത കാട്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് മുൻ സർക്കാരിന്, LDF സർക്കാരിന് അത് എന്തുകൊണ്ട് അന്നേ തന്നെ അത് പിൻവലിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു മറു ചോദ്യമാണ് മാധ്യമങ്ങൾക്ക് മുൻപിലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അടക്കമുള്ളവർക്ക് മുൻപിലേക്ക് വി.ഡി. സതീശൻ വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് UDF-നുള്ളിൽ പല തട്ടുകളുണ്ട്, പല അഭിപ്രായങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന UDF യോഗത്തിലടക്കം നിലപാട് ഒരു ഭാഗത്ത് വ്യക്തമാക്കുന്നു, പിന്നീട് UDF കൺവീനർ മറ്റൊരു നിലപാട് അറിയിക്കുന്നു. ഇതിപ്പോൾ അതിനൊക്കെ ഒടുവിൽ ലീഗിനെ കൂടി തള്ളുന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടില്ല, അത് മുന്നോട്ട് കൊണ്ടുപോകും. കൂടിയാലോചനകൾ നടക്കുകയാണ്. അത് മാത്രമല്ല, മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഉപസമിതി ഇതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ഉപസമിതിയുടെ കൂടി തീരുമാനം പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിലും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും MOU ഒപ്പിട്ട ഒരു കരാർ, ആ കരാറിൽ നിന്ന് ഉടനടി ഒന്നും തന്നെ ഇടത് സർക്കാർ പറഞ്ഞതുപോലെ പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് UDF സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി കൂടി അദ്ദേഹത്തിൻ്റെ നിലപാട് ആവർത്തിച്ചതോടുകൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായ ചില വിവാദങ്ങൾക്ക് കൂടുതൽ ചൂട് പിടിക്കുകയാണ്. ലീഗിനെ തള്ളിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാടും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി വേഴ്സസ് മുഖ്യമന്ത്രി എന്നൊരു പോര് വീണ്ടും തുറക്കുമോ, അതോ ലീഗിന് മുഖ്യമന്ത്രി ഇനി വഴങ്ങാൻ പോകുന്ന ഏതെങ്കിലും സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് വരും മണിക്കൂറിലും വരും ദിവസങ്ങളിലും കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഉപസമിതിയുടെ കയ്യിലാണ് ഇനി കാര്യങ്ങൾ എന്നുള്ളതാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുന്നത്. അതേസമയം തന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോകും, അത് പിന്നോട്ട് പോകില്ല എന്നുള്ള നിലപാട് കൂടി ആവർത്തിക്കുന്നുണ്ട്. അശ്വതി, ശരി ശാലിനി, അത് തന്നെയാണ് വി.ഡിയെ മുഖ്യമന്ത്രി കസേരയിൽ ഉറപ്പിച്ചിരുത്തിയതാണ് മുസ്ലിം ലീഗ്. അപ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുക എന്ന് കണ്ടറിയണം. എന്തായാലും ഇപ്പോൾ അറുത്തുമുറിച്ച് തന്നെ വി.ഡി. സതീശൻ പരസ്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തിന് PM ശ്രീയിൽ നിന്നും പിന്നോട്ട് പോകാൻ ആകില്ല.